ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലെ KR മാർക്കറ്റിനടുത്തുള്ള ടിപ്പു സുൽത്താൻ്റെ ഒരു കോട്ട കാണുവാനായിട്ടാണ്. എൻ്റെ ഈ പുറകെ കാണപ്പെടുന്ന ഭാഗമാണ് ടിപ്പു സുൽത്താൻ്റെ കോട്ട. അപ്പം അദ്ദേഹം മാർക്കറ്റ്, മെട്രോ സ്റ്റേഷന്, കലാശിപ്പാളയം ബസ് സ്റ്റാൻഡ് അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ ടിപ്പു സുൽത്താൻ്റെ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വിക്ടോറിയ ഹോസ്പിറ്റലുണ്ട്, വിലാസ് ഹോസ്പിറ്റൽ. അങ്ങനെ ഇതൊരു മാർക്കറ്റിൻ്റെ നടുക്കായിട്ടാണ് ഇത്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ് ഇന്ന് കോട്ട കാണാൻ എത്തിയിരിക്കുന്നത്. എൻ്റെ പേര് റോബിൻസ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു A&T വ്ളോഗ്സ്. 1537 ഈ ബാംഗ്ലൂർ കോട്ട ആദ്യമായിട്ട് നിർമ്മിച്ചത്. ഒരു മൺകോട്ടയായിട്ടാണ് ഇത് നിർമ്മാണം ആരംഭിച്ചത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ബാംഗ്ലൂരിൻ്റെ സ്ഥാപകനൊക്കെയായ കെമ്പെ ഗൗഡ I ഇതിൻ്റെ നിർമ്മാതാവ്. അതിനുശേഷം 1761 ഹൈദർ അലി മൺകോട്ടയ്ക്ക് പകരം ഒരു കൽക്കോട്ട സ്ഥാപിക്കുകയും 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താൻ ഇത് കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്തു. 1791 ആംഗ്ലോ-മൈസൂർ യുദ്ധത്തിൽ ഇതിന് കേടുപാടുകൾ സംഭവിച്ചു. 18ാം നൂറ്റാണ്ടിലെ സൈനിക കോട്ടയുടെ മികച്ച ഉദാഹരണമായി ഇതിപ്പോഴും നിലനിൽക്കുകയാണ്. പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബാംഗ്ലൂർ ഉപരോധത്തിൽ ഈ കോട്ട പിടിച്ചെടുത്തു. ഈ കോട്ടയുടെ ഒരു പ്രധാന കവാടമാണ് ഇത്. ഡൽഹി ഗേറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ കോട്ടയ്ക്ക് ഈ ഫ്രണ്ട് വശത്ത് ഒരു കവാടവും ബാക്ക് സൈഡിൽ വേറൊരു കവാടവുമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും പ്രത്യേക നാശനഷ്ടങ്ങളൊന്നുമില്ലാതെ ഈ ഡോറ് നിലനിൽക്കുന്നുണ്ട്. ഈ കോട്ടയുടെ ഉള്ളിൽ പ്രവേശിച്ചതിന് ശേഷം രണ്ടാമത്തെ അകത്തളത്തിലേക്ക് കിടക്കുന്ന ഗേറ്റിൻ്റെ അവിടെയുള്ള ഒരു ചെറിയ കുഞ്ഞ് ഗേറ്റാണിത്. ഇത് പടയാളികൾക്ക് പോകാനും വരുവാനുമായിട്ടുള്ളതെന്നൊക്കെയാണ് പറയുന്നത്. ഇതതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഭാഗമാണ്.
നിങ്ങളിപ്പോൾ കാണുന്നത് ഈ കോട്ടയുടെ രണ്ടാമത്തെ ഗേറ്റാണ് പുറകിലുള്ളത്. ഈ കാണുന്നത് ഇവിടുത്തെ ഈ ജോലിക്കാർക്കും പിന്നെ ഈ സെക്യൂരിറ്റി ഗാർഡ്സിനൊക്കെ താമസിക്കാനായിട്ടുള്ള മുറികളായിട്ടാണ് അത് കരുതപ്പെടുന്നത്. ഇതാണ് പുറകിലത്തെ ഗേറ്റ്. ഇതും അത്യാവശ്യം നല്ല തടി കൊണ്ട് തന്നെ ബലപ്പെടുത്തിയേക്കുന്ന ഒരു ഗേറ്റാണ്. എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.